അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, പരിശുദ്ധ റസൂലിനോടുള്ള മഹബത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോ, ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചുവെങ്കിൽ, മരണാസന്നമായ സന്ദർഭത്തിലും അങ്ങനെയാണെങ്കിൽ, നാളെയുടെ ജീവിതത്തിൽ മഹ്ശറാവൻ ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വേദനാജനകമായ ഏറ്റവും വലിയ സാക്ഷി നിൽക്കലും ശുപാർശ ചെയ്യലും കേൾക്കണോ? ആദം നബി മുതലുള്ള സർവ്വ പ്രവാചകന്മാരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അപേക്ഷ സമർപ്പിക്കുമ്പോ, നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറയുമ്പോ, നമ്മുടെ കൃഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ ചങ്കിലച്ചോരയായ എല്ലാമായ മുത്തൊളി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ, എന്റെ സമുദായമേ എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി വേദനിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ തിരുപ്രവാചകനെ സ്നേഹിക്കുന്നതിലാണ് വിജയമുള്ളത്. അവിടുന്ന് പറയുന്നു, മൻ ഹബ്ബ സുന്നതി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ് വിശ്വാസത്തിന്റെ സുഗന്ധമെന്ന് പറയുമ്പോ, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ വഴി എന്താ? മൻ ഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, ആരെങ്കിലും എന്റെ ചര്യ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചാൽ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ സുഗന്ധം മനസ്സിലാക്കാൻ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചര്യകളെ ജീവിതത്തിൽ പുലർത്തലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരുണ്ടോ? പരിശുദ്ധ റസൂലിന്റെ ചര്യ ഹയാത്താക്കിയവനാണ്. കൃത്യമായി ഔറത്ത് മറച്ച് നടക്കുന്ന സ്ത്രീകളുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം സമ്പാദിച്ചവരാണ്. അപ്രകാരം തന്നെ നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം സമ്പാദിച്ചവരാണ്. നല്ല താടി വച്ചിട്ട് പരിശുദ്ധ റസൂലിന്റെ ജീവിത മാർഗം സ്വീകരിക്കുന്നവരുണ്ടോ? അവര് വിജയത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തലമറച്ച് നടക്കുന്നവർ, നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നവർ, അപ്രകാരം തന്നെ കണ്ടാൽ സലാം പറയുന്നവർ, രോഗിയായാൽ സന്ദർശിക്കുന്നവർ, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞവനോട് യർഹമുക്കല്ലാഹ് പറയുന്നവർ, അതുപോലെ തന്നെ ജനാസയെ അനുഗമിക്കുന്നവർ, ഇങ്ങനെ പരിശുദ്ധ റസൂല് ഏറ്റവും വലിയ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോ ചെയ്യാൻ പറഞ്ഞ സുന്നത്തായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരുക്കമുള്ളവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവർക്കാണ് റസൂലുള്ളാഹി തങ്ങളോടൊത്ത് സ്വർഗത്തിലിടമുള്ളത്. അതാണ് മഹാന്മാരായ സഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്നതാ. സിദ്ദീഖുൽ അക്ബർ കാണിച്ചു തന്നതാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാണിച്ചു തന്നതാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കാണിച്ചു തന്നതാ. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കാണിച്ചു തന്നതാ. ലോകത്ത് കടന്നു വന്ന സർവ്വ മഹാന്മാരും കാണിച്ചു തന്നതാ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. മഹാന്മാരുടെ സ്വഭാവം അതായിരുന്നു. ഓരോ ദിവസവും വൈകുന്നേരം രാത്രി സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോ അവർ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾക്കെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് വിലയിരുത്തിയിട്ട് പരിശുദ്ധ റസൂലിനോട് എതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്നവർ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരിക്കൽ പൊട്ടിക്കരയുന്ന ഓലോ ചെയ്യുമ്പോ, പ്രിയപ്പെട്ടവരെ, മൂന്ന് തവണ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, നാളെ പ്രവാചകന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് പരിശുദ്ധ റസൂലിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞ് തേങ്ങിക്കരയുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ ഒന്നൊന്നായി, പ്രിയപ്പെട്ടവരെ, അത് ഒരു കടലാസിൽ എഴുതി വെച്ചിട്ടോ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നവരുണ്ടോ? അങ്ങനെ ജീവിച്ച ആളുകൾക്ക് പരിശുദ്ധ റസൂൽ സമർപ്പിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകാൻ അടുത്തായപ്പോ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇനി അങ്ങയെ കാണാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അനസേ, എന്റെ ശരീരയിലായി നിന്റെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ സിറാത്ത് പാലത്തിന്റെ അരികിൽ ഞാൻ ഉണ്ടാകും. മനസ്സേ, നിന്റെ കൈപിടിച്ച് കിടത്താൻ മീസാൻ തുലാസിന്റെ അരികിൽ ഞാൻ ഉണ്ടാകും. മനസ്സേ, നിന്റെ നന്മയുടെ ഭാഗം കനം തൂക്കി നിന്നെ വിജയത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുത്താൻ. അതുപോലെ തന്നെ ശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്ന ഉന്നതമായ ശുപാർശയും നിന്നിലേക്ക് സമർപ്പിക്കാൻ ഞാൻ ഉണ്ടാകും.